ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അമൃതം പൊടി കൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പത്തിന് അമൃതം പൊടി എന്ന് പറഞ്ഞാൽ അറിയാലോ, അതേ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കിട്ടുന്നതാണ് ഈ അമൃതം പൊടി എന്ന് പറയുന്നത്. നമുക്ക് അമൃതം പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം. എളുപ്പം തന്നെയാണ്, പക്ഷേ ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഹെൽത്തിയും തന്നെയാണ്. ഇപ്പോൾ ഇത് അമൃതം പൊടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗോതമ്പ്, അതുപോലെ തന്നെ കടലപ്പരിപ്പ്, കപ്പലണ്ടി, സോയ, പഞ്ചസാര, ഇതൊക്കെയാണ് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഞാൻ ഇതുപോലെയുള്ള മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അമൃതം പൊടി അറിയാത്തവർക്ക് ഇതാണ് അമൃതം പൊടി എന്ന് പറയുന്നത് കേട്ടോ, കുട്ടികൾക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ 2 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതേ കപ്പിൽ തന്നെ 1/2 കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 കപ്പ് റവയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവയും അരിപ്പൊടിയും നമ്മൾ എടുത്തിരിക്കുന്ന അമൃതം പൊടിയുടെ പകുതി, ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ 2 കപ്പ് അമൃതം പൊടിയിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് റവയും കറക്റ്റ് ആ ഒരു അളവ് ചേർന്ന് കിട്ടിയില്ല എന്ന് വെച്ചെങ്കിൽ നമുക്കതൊരു കറക്റ്റ് ഒരു ഇതിൽ കിട്ടില്ല. അത് കാരണമാണ് ഞാൻ എടുത്തു പറയുന്നത്. അമൃതം പൊടിയിൽ തന്നെയും തയ്യാറാക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കുന്നത് ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പം നമുക്കൊരു 1/2 കപ്പ് റവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് റവ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അമൃതം പൊടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മധുരമുണ്ട്. അമൃതം പൊടിയുടേതായ മധുരം, അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിതിൽ മധുരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം മധുരം അധികമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം ഇങ്ങനെ കുഴിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം മധുരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ബെല്ലം ശർക്കര ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. നമുക്കത് മധുരം നോക്കിയിട്ട് ബാക്കി ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പഴം, പാളയംകുടം പഴം എന്ന് പറയില്ല, അതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. പിന്നെ കുറച്ച് ഏലക്കായ, ഇത്രയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇത്ര ആവശ്യമുള്ളൂ. ഇനിയുള്ളത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഉരുക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളത്തിൽ വേണം നമ്മളിത് ഉരുക്കിയെടുക്കാൻ. അപ്പോൾ കറക്റ്റ് ഒരു അളവ് നമുക്ക് ഏകദേശം എന്തായാലും എടുത്ത ആ കപ്പിൽ 1.5 കപ്പ് വെള്ളത്തിൽ ഞാൻ ഇത് ഉരുക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി അപ്പോൾ ആവശ്യത്തിന് ചേർക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലപ്പത്തിൻ്റെ നൈസ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ശർക്കര ഉരുക്കിയപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കര ഒന്ന് ഉരുക്കി വരും. മിക്സി ജാർ എടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഞാനിപ്പോൾ ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നമുക്കിത് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മൊത്തത്തിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ പഴവും ഏലക്കായൊക്കെ ഒന്ന്, അല്ലെങ്കിൽ പിന്നെ ഏലക്കായൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചിടണം. അങ്ങനെ ഇട്ടാലും മതി. അപ്പോൾ ഏലക്കായ പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് കുറച്ച് പൊടിയും ഇട്ട് കൊടുക്കാം. മുഴുവൻ പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. കുറച്ചും കൂടിയും ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി പൊടിയിലേക്ക് നമുക്ക് ആ ബാക്കിയുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിലത്തെ കേട്ടോ. ബാക്കി ശർക്കര പാനി വീണ്ടും അരിച്ച് ഒഴിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ചൂടോടുകൂടി ഞാനിതുവരെ ഒഴിച്ചിട്ടില്ല. ചൂടോടുകൂടി ഒഴിച്ചാൽ സോഫ്റ്റ്നെസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് കുറവായിട്ടാണ് തോന്നിക്കുന്നത്. സോഫ്റ്റ്നെസ് കുറവായിട്ടാണ് തോന്നിക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര ഒഴിക്കിയത് എപ്പോഴും നമ്മൾ ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അത് മതിയാവില്ല. നമുക്ക് ഒരു ഇഡ്ലി മാവിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അമൃതം പൊടി മാത്രമാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇത് നമ്മൾ എന്തായാലും ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് 2 മണിക്കൂർ, അതുപോലെ പഴമെല്ലാം ചേർത്താൽ തന്നെ സോഫ്റ്റ്നെസ്സിന് വേണ്ടി നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉണ്ണിയപ്പം തയ്യാറാക്കാം.
കുറച്ചും കൂടി ഒരു ലൂസ് പരുവാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 3 വെല്ലം ശർക്കരയിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം അപ്പോൾ അത് ഉരുകി വന്നപ്പോൾ ഇപ്പോൾ 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ആക്കിയെടുത്തപ്പോൾ ഈ ഒരു പരുവാണ്. നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇത്ര ഒരു ഇത് മതി. പക്ഷേ ഇനി നമ്മൾ നാളികേരം ഇതിലേക്ക് വറുത്ത് ചേർക്കും. അതുപോലെ തന്നെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ ഈ റവയൊക്കെ ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുറവുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ച് വെച്ചാലാണ് അപ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു കപ്പും കൂടിയും വെള്ളം ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പച്ചവെള്ളം എടുത്തിട്ട് ഇതിൽ ഒഴിക്കരുത്. വീണ്ടും കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച ആ വെള്ളം ചൂടാറിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിലേക്കുള്ള മധുരം ഞാൻ നോക്കി. അപ്പോൾ മധുരം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് ഇപ്പോൾ പാകമാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അതുപോലെ നാളികേരമൊക്കെ ചേർത്ത് വരുമ്പോൾ കുറച്ച് ഒന്ന് പിന്നിട്ട് നിൽക്കും. അപ്പോൾ അത് കാരണം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി മധുരം ആവാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഇനി ഉരുക്കി ചേർക്കുമ്പോൾ വെള്ളമൊക്കെ അധികമാവും. അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ പൊടിയാണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് പതഞ്ജലിയുടെ മധുശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള മധുരം എന്ന് പറഞ്ഞിട്ടുള്ള ശർക്കര പൊടിയാണ്. അപ്പോൾ ഇതിനകത്ത് അഴുക്കൊന്നുമില്ല. അതിന് മുമ്പ് അരിച്ചു നോക്കിയപ്പോൾ ഇതിന് അഴുക്കൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതിയാവും. നമുക്ക് അധികമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കാരണം മധുരം അധികമായാലും ഞാൻ പറഞ്ഞല്ലോ. ഇതോ അപ്പോൾ നമുക്ക് നന്നായി ഇത് ഇതിലേക്ക് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ മധുരം ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണില്ല, അതിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കുറഞ്ഞത് വെക്കുക. അതിന് ശേഷം നമുക്ക് നാളികേരം വറുത്ത് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മളത് ചേർക്കുന്നില്ല കേട്ടോ. നന്നായി അടച്ച് വെക്കാം. ഇനി നമുക്കൊരു 1/2 മുറി നാളികേരം, ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കൊത്തായിട്ടല്ല ഇടുന്നത്, എന്നാൽ ചെറുകിയതും അല്ല, നമ്മളിങ്ങനെ ചീവി എടുത്തതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കടിക്കാൻ കിട്ടും ചെയ്യും. എന്നാൽ ഒരുപാട് ഇതായി വരില്ല. അപ്പോൾ 1/2 മുറി നാളികേരത്തിൻ്റെ ഇത് കൊത്ത് പീസാക്കിയിട്ട് ഇതുപോലെ ചീകി എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഇത് വറുക്കാനുള്ള നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറയിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉണക്കമുന്തിരി, അതുപോലെ എള്ള്, ഇതൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്കിതൊക്കെ ഇതിൽ കൂടി ഇട്ടിട്ട് ചൂടാക്കാവുന്നതാണ്. എള്ളാണെന്ന് വെച്ചെങ്കിൽ മാത്രമേ ഇതിൽ കൂടി ഇടാൻ പാടുള്ളൂ. മുന്തിരി നമ്മൾ വേറെ ഏറ്റവും ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ചേർക്കുക. അപ്പോൾ നമുക്ക് ഇഡ്ലി മാവിൻ്റെ ഒരു പരുവം ആണ് വേണ്ടത് കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് വരുള്ളൂ. വെള്ളം തീരെ ഇല്ലാതെ ആയാൽ നമുക്ക് ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ പാകത്തിന് വെള്ളവും ആവശ്യമാണ്. പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് വെച്ചെങ്കിൽ, ഇപ്പോൾ ഇതിൽ വെള്ളം പോരാ എന്നുണ്ട് വെച്ചെങ്കിൽ, ആദ്യത്തെ ട്രിപ്പ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ വെള്ളം അധികമായാലും പ്രശ്നമാകും. നമ്മളിപ്പോൾ ഏകദേശം 2.5 കറക്റ്റ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. എടുത്ത ആ കപ്പിൽ 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ മൊത്തത്തിൽ ഒഴിച്ചിരിക്കുന്നത്. ആ ഒരു കണക്കാണ് ഇത്. നമുക്കിത് ഉണ്ടാക്കി നോക്കി നോക്കാം. അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ബാക്കി വെള്ളം ചേർക്കണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം, അതായത് എണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഇനി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം നന്നായി എണ്ണ ചൂടായി വന്നാൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നിറച്ച് ഒഴിക്കാൻ പാടില്ല, കാരണം ഇത് പൊന്തി വരുമ്പോൾ
നിറച്ചൊഴിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അത് കാരണം പിന്നെ പകുതി മുക്കാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. കാരണം ഇനി ഇത് നന്നായി ഒന്ന് പൊന്തി വരും. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ച ആദ്യത്തെ ട്രിപ്പല്ല, ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ എടുത്ത ഉണ്ണിയപ്പാണ് ഇത്. അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ വിണ്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിലൊന്ന് ഭയന്നുണ്ടാവും, കാരണം എന്ത് പറ്റിയാവോ എന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പം നമ്മൾ എത്ര കറക്റ്റായിട്ട് ഉണ്ടാക്കിയാലും ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ കറക്റ്റ് ആ ഒരു അളവ് പറയുന്നത്. ഇപ്പോൾ അമൃതം പൊടിയുടെ കാര്യമാവുക കാരണം നമുക്ക് ഇത് പറയാൻ പറ്റില്ല. അപ്പം ഇനി ഏതിൻ്റെ കുറവാണെന്നുള്ളത് എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒന്നും കൂടി ലൂസ് കൺസിസ്റ്റൻസി ആക്കിയപ്പോൾ കുഴപ്പമില്ലാണ്ട് അതുപോലെ വിള്ളാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ട് മറിച്ചിട്ടു. ഇനി നമുക്കിത് ഏകദേശം ആവാറായിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ട്, കണ്ടില്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒരു വിള്ളയൊക്കെ വന്നു. നമ്മളിതായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കുകയായിരിക്കും കൂടുതൽ നന്നാവുക. അപ്പോൾ നമുക്ക് അപകടം കുറഞ്ഞു കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിമ്മ ഒന്നെങ്കിൽ സ്റ്റാൻഡ് ഉണ്ടെച്ചെങ്കിൽ സ്റ്റാൻഡിമ്മ വെച്ചിട്ട് ആക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമുണ്ടായിരിക്കില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചട്ടിയൊന്നും കറക്റ്റായിട്ട് ഇതിമ്മ ഇരിക്കില്ല. അപ്പോൾ അത് കാരണം കുത്തിയിട്ടൊക്കെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ അത് തെന്നും. അപ്പോൾ അത് കാരണം സ്പൂൺ കൊണ്ട് പതുക്കെ എടുത്ത് നമ്മളിതുപോലെ ആക്കി വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവായിരുന്നു, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും എണ്ണ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുത്താൽ മതി. പിന്നെ അപ്പം നമ്മളൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം മൊത്തം നമ്മൾ 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ് ആയി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.